അയ്യേ, എന്നാലും കുറച്ച് നാണമുണ്ടോ? നിനക്ക് കുറച്ചെങ്കിലും നാണം വേണം കേട്ടോ. എന്നാലും കുറച്ചെങ്കിലും നാണം വേണം കേട്ടോ. എന്തിനെന്നറിയോ? അപ്പുറത്തെ വീട്ടിൽ ബെല്ലടിച്ചപ്പോൾ ചാടി ഓടി പോയേക്കുന്നു. എടാ, അപ്പുറത്തെ വീട്ടിലല്ലേ ബെല്ലടിച്ചേ, നീ എന്തിനാ ഓടിയത്? അയ്യേ, ഇങ്ങനെയുണ്ടോ നാണമില്ലാത്ത കുഞ്ഞ്? ഇങ്ങനെയുണ്ടോ നാണമില്ലാത്ത കുഞ്ഞ്? കുറച്ചെങ്കിലും നാണം വേണം കേട്ടോ. ജയ് ചമ്മിപ്പോയി കുഞ്ഞ്. ചിരിക്കുന്നോ? അവിടെ ആരാ ബെല്ലടിച്ചേ? ആ, പോട്ടെ. എന്തിനാ ചിരിക്കുന്നത്? എന്തിനാ? ചമ്മിപ്പോയതുകൊണ്ടോ? ചമ്മിപ്പോയതുകൊണ്ടാണോ ചിരിക്കുന്നേ കുഞ്ഞ്? ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ഒരാള് അപ്പുറത്തെ ഫ്ലാറ്റിൽ ആരുടെ ബെല്ലടിച്ചപ്പോൾ ഓടി ദേ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു സെറ്റ് ചെയ്ത്. പോട്ടെ, സാരമില്ല കേട്ടോ. ആ, പോട്ടെ. എന്ത് വേണം? ബിസ്ക്കറ്റ് വേണോ? അതിനാണോ ഈ കറങ്ങുന്നേ? ബിസ്ക്കറ്റിനാണോ ഈ കറങ്ങുന്നേ? ആണോ? കുഞ്ഞിന് ബിസ്ക്കറ്റ് വേണോ? കുഞ്ഞിന് ബിസ്ക്കറ്റ് എവിടെ? ബിസ്ക്കറ്റ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തന്നെ. എവിടെ ഇരിക്കുന്നേ ബിസ്ക്കറ്റ് കുഞ്ഞിൻ്റെ? സോറോസിൻ്റെ ഷെൽഫാണിത്. ഇവിടുന്ന് ഇത് വേറെ ടിഷ്യൂവും ഇത് മറ്റേ ഇങ്ങനെ സ്പ്രേയും ഇത് കണ്ണിൽ മരുന്നൊഴിക്കുന്നത്. ഇതാണ് ബിസ്ക്കറ്റ് ഇരിക്കുന്നത്, പെഡിഗ്രി ബിസ്ക്കറ്റ്. പോട്ടെ. ചൂടെടുക്കുന്നുണ്ടോ കുഞ്ഞിന് ചൂടെടുക്കുന്നുണ്ടോ? ഇത് അവൻ്റെ ദിവാൻ കോട്ടാണ് കേട്ടോ. ടി വി കാണുമ്പോൾ ഇവിടെ കയറി ഇരുന്ന് കാണും. ഇതിലെ കൂടെ പുറത്തോട്ട് നോക്കും ആരെങ്കിലും വരുവാണോ എന്ന്. ചാടി കയറും. പോവുകയാണേ, അങ്ങ് പോവുകയാണ്. കറങ്ങിത്തിരിഞ്ഞ് നടക്കുക. ചൂടെടുക്കുന്നുണ്ടോ? എന്ത് ഞാനവിടെ കളിയാക്കിയോണ്ട് ചാടി കയറുക ബോഡിയിൽ. സൂര്യകാന്തി പൂ, സൂര്യകാന്തി നീ വെച്ച് നിൽക്കുന്നേക്ക്. ഫോണുണ്ടോ? ആ, എത്തി നോക്കാൻ പോവാ അപ്പുറത്തോട്ട്. ഇതാണ് ഇവിടെ സ്ഥിരം പരിപാടി. എന്തിന്ന് സ്തംഭിച്ചു പോയത്? ഹലോ ഗായ്സ്, കാണിച്ചു. കഴിഞ്ഞ് അറിയിക്കോ. ബാ. ഓയ്യോ, ഞാനിവിടെ നിൽക്കണോണ്ട് അവൻ പോവില്ല. പോ. കല്ലുപ്പാണ് വാങ്ങണം. ഇപ്പോൾ പൊടിച്ചെടുക്കട്ടെ. ഇത് നമ്മളവിടെ വീട്ടിൽ നിന്നേ കൊണ്ടുവന്ന് അരിഞ്ഞ് മുളക് പൊടിയും ഉപ്പും കായവും ഉലുവാപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഒരാഴ്ചയായി ഇങ്ങനെ വെച്ചിട്ട്. ഇനി ഇതിന് നല്ലെണ്ണയിലിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി കടുവറുത്ത് എടുക്കാം. വിന്നിക്കർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഓർഗാനിക് വിനീഗർ.
മുളക് എത്ര ഇട്ടാൽ നല്ലതാട്ടോ. ഉലുവ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഇടാം. കുറച്ച് കറിയെ പോയി ഉപ്പിട്ട് അച്ചാറും ഒക്കെ. പച്ച മാങ്ങ ഉപ്പ് കൂട്ടി കഴിക്കുന്നത് എല്ലാം. കുഴച്ച് വെച്ചേക്കണം. ഞാൻ ഉണ്ടാക്കിയൊന്നുമില്ല. സൂപ്പർ. നാരങ്ങ അച്ചാർ അടിപൊളി.